LDC തിരുവനന്തപുരം ചോദ്യപേപ്പറിൽ വന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും കണക്റ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ കാണാനായിട്ട് പോകുന്നത്. ഇനി പരീക്ഷയുള്ളവർ മറ്റ് ജില്ലക്കാർ ഉറപ്പായിട്ടും ഈ ക്ലാസ് കാരണം കറണ്ട് അഫയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട പോലെ തന്നെ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്, ചോദ്യങ്ങൾ വരുന്ന മേഖലകളും ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും അത് സംഭവിച്ചു. ഈ ഇടയ്ക്ക് നടന്ന പരീക്ഷകളിലെ പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വീണ്ടും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഈ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ മാത്രമല്ല, ഇനി ആ മേഖലയുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ LDC തിരുവനന്തപുരം ചോദ്യപേപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരുപാട് പാടെന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നെങ്കിൽ പോലും ഒരു എബവ് ആവറേജ് നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? സൗദി അറേബ്യയാണ് ശരിയായിട്ടുള്ള ഉത്തരം, സൗദി അറേബ്യയാണ്. അപ്പോൾ നമുക്ക് ഈ വേദികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കൂടെ നോക്കാം. 2023 കാലാവസ്ഥ ഉച്ചകോടി COP28 വേദി UAE ആയിരുന്നു കേട്ടോ. UAE ദുബായിൽ വെച്ചായിരുന്നു 2023 കാലാവസ്ഥ ഉച്ചകോടിയായ COP28 നടന്നത്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ് COPയുടെ ഫുൾ ഫോം. അപ്പോൾ COP28 2023 നടന്നത് ദുബായിൽ വെച്ചാണ്, UAE ദുബായിൽ വെച്ച്. 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചാണ് 2023 ബ്രിക്സ് ഉച്ചകോടി നടന്നത്. അടുത്തത് 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി. 2023 ആസിയാൻ ഉച്ചകോടി നടന്നത് ജക്കാർത്തയിൽ വെച്ചാണ് കേട്ടോ. ജക്കാർത്തയിൽ വെച്ചാണ്, ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ചാണ് 2023 ആസിയൻ ഉച്ചകോടി നടന്നത്. അടുത്തത് 2024 യൂറോ കപ്പ് ഫുട്ബോൾ വേദി. 2024 യൂറോ കപ്പ് ഫുട്ബോൾ നടന്നത് ജർമ്മനിയിൽ വെച്ചാണ്. 2024 യൂറോ കപ്പ് ഫുട്ബോൾ നടന്നത്. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2023 അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിന് വേദിയായത്? 2023 അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിന് വേദിയായത് ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനമാണ് കേട്ടോ. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് വെച്ചാണ് 2023 അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷം നടന്നത്. നേതൃത്വം നൽകിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് 2023 നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് 2023 നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. പ്രധാനമായിട്ടും ജേതാക്കളുടെ പേരാണ് ചോദിക്കുന്നത്. ഓരോ വിഭാഗങ്ങളിലും ആർക്കൊക്കെയാണ് പുരസ്കാരങ്ങൾ ലഭിച്ചത് എന്നായിരിക്കും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. പിന്നെ ചിലപ്പോൾ അവരുടെ രാജ്യം ഏതാണ്, പിന്നെ വിഷയം ഏതാണ്, എന്ത് വിഷയത്തിനാണ് നോബൽ പുരസ്കാരം ലഭിച്ചതെന്നും ചോദിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈയിടയ്ക്കിടുന്ന പരീക്ഷകളിലെല്ലാം ചോദിക്കുന്നുണ്ട്. LDC തിരുവനന്തപുരം പരീക്ഷയിൽ ചോദിച്ചത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ചോദ്യം ഇങ്ങനെയായിരുന്നു, 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ക്വാണ്ടം ഡോട്ട്സ് ആണ് കേട്ടോ. 2023 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം, കെമിസ്ട്രിക്കുള്ള നോബൽ പുരസ്കാരം ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ടതാണ്. പ്രീവിയസ് ചോദ്യമാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ. അത് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വാണ്ടം ഡോട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 2023 രസതന്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 3 പേർക്കാണ് കിട്ടിയത്. മൗങ്കി ബവണ്ടി, ലൂയി ഇ ബ്രസ്, അലക്സി ഐ എക്കിമോവ്. ഈ 3 പേർക്കാണ് പുരസ്കാരം ലഭിച്ചത്. 3 പേരും അമേരിക്കക്കാരാണ്. 3 പേരും അമേരിക്കക്കാരാണ്. അപ്പോൾ രാജ്യം ഒന്ന് നോക്കി വെച്ചേക്കുക. കാരണം ഈ ഇടയ്ക്കിടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്, സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? നോർവേക്കാരനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ രാജ്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 3 പേരുടെ പേരുണ്ട്, മൗങ്കി ബവണ്ടി, ലൂയി ഇ ബ്രസ്, അലക്സി ഐ എക്കിമോവ്. അപ്പോൾ ഈ പേരൊന്ന് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്കൊരു കോഡ് ഉപയോഗിക്കാം. മൗഗ്ലി ഇപ്പോൾ മാവിലാണ്. മൗഗ്ലി ഇപ്പോൾ മാവിലാണ്. മൗഗ്ലി നമുക്കറിയാവുന്നതാണ്. മൗഗ്ലി ഇപ്പോൾ മാവിൻ്റെ മണ്ടയിലാണ്. അപ്പോൾ മൗഗ്ലിയിലെ മൗ ഈ മാവിലാണ്, മാവ്, മൗ ഈ മാവ്. ഓക്കെ, മൗഗ്ലി ഇപ്പോൾ മാവിലാണ്. മൗഗ്ലി ഈ ബ്രസ് എക്കിമോവ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോഡ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ മൗഗ്ലിയെ കാണാൻ രസമാണ് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മൗഗ്ലിയിലെ മൗ എന്താണ്? മൗങ്കി ബവണ്ടി നമുക്ക് ഓർക്കാം. രസമാണ്, രസതന്ത്രം. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യത്തിൽ വന്നപ്പോൾ ഓപ്ഷനിൽ ഈ 3 പേരുടെ പേരും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ
ആ ഒരു ട്രിപ്ലറ്റിൽ ഒരാളുടെ പേര് കിട്ടിയാൽ മതി അല്ലേ, ബാക്കി 2 പേരും കൂടെ ചേർത്ത് നമുക്ക് ഓപ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് 3 പേരുമാണ് രസതന്ത്രത്തിൽ 2023 നോബൽ പ്രൈസ് കിട്ടിയ ആളുകൾ. ഓക്കെ, അടുത്തത് 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ ജേതാവ്. 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ് കേട്ടോ. ക്ലോഡിയ ഗോൾഡിനാണ്, അമേരിക്കക്കാരിയായ ക്ലോഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ചത് കേട്ടോ. ക്ലോഡിയ ഗോൾഡിനാണ്. അപ്പൊ ഇങ്ങനെ ഓർത്തു വയ്ക്കാം, ഗോൾഡ് വാങ്ങാൻ സാമ്പത്തികമില്ല, ഗോൾഡ് സ്വർണം വാങ്ങാനായിട്ട് സാമ്പത്തികമില്ല. എന്താ ക്ലോഡിയ ഗോൾഡിൻ, ഗോൾഡ് ഉണ്ട്, സാമ്പത്തിക ശാസ്ത്രം, ഗോൾഡ് വാങ്ങാൻ സാമ്പത്തികമില്ല, സ്വർണം വാങ്ങാനായിട്ട് സാമ്പത്തികമില്ല എന്ന് നിങ്ങൾക്ക് ആ കോഡ് വെച്ച് ഓർത്തു വയ്ക്കാവുന്നതാണ്. ക്ലോഡിയ ഗോൾഡിൻ എന്തിനാണ് കിട്ടിയത്? സാമ്പത്തിക ശാസ്ത്രത്തിനാണ് 2023 നോബൽ പ്രൈസ്. അപ്പോൾ വിഷയം ഇതായിരുന്നു, സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് പുരസ്കാരം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വിഷയം പഠിക്കുമ്പോൾ മുഴുവനായിട്ട് അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ആ കീവേഡ് മാത്രം പഠിച്ചാൽ മതി. കാരണം മിക്കവാറും ഓപ്ഷനിൽ ആ കീവേഡ് ആയിരിക്കും ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് നിങ്ങൾ പഠിച്ച കീവേഡ് ഉണ്ടാവും. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ ക്ലോഡിയ ഗോൾഡിന് കിട്ടിയ വിഷയം എന്ന് പറയുന്നത് സ്ത്രീകളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അപ്പോൾ സ്ത്രീകളുടെ തൊഴിൽ വിപണി, സ്ത്രീകളുടെ തൊഴിൽ മേഖല, ആ ഒരു കീവേഡ് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ക്ലോഡിയ ഗോൾഡിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയത്. വിഷയം സ്ത്രീകളുടെ തൊഴിൽ വിപണി അല്ലെങ്കിൽ സ്ത്രീകളുടെ തൊഴിൽ മേഖല. ഓക്കെ, അടുത്തത് 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ ജേതാക്കൾ. 2023 വൈദ്യശാസ്ത്രത്തിൽ മെഡിക്കൽ സയൻസിൽ നോബൽ പുരസ്കാരം ലഭിച്ചത് കാറ്റലിൻ കാരിക്കോയ്ക്കും ഡ്രൂ വിസ്മാനുമാണ്. അപ്പോൾ ഈ ചോദ്യവും പ്രീവിയസ് ചോദ്യമാണ്. ഡ്രൂ വിസ്മാനെ പറ്റിയൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ കാറ്റലിൻ കാരിക്കോയ്ക്കും ഡ്രൂ വിസ്മാനുമാണ് 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. കാറ്റലിൻ കാരിക്കോ ഹംഗറിയാണ്, ഡ്രൂ വിസ്മാൻ അമേരിക്കക്കാരനാണ് കേട്ടോ. അപ്പോൾ ഇവരെ ഒന്ന് ഓർത്തിരിക്കാൻ നമുക്ക് ഇവരുടെ പേരുകളുടെ രണ്ടാമത്തെ സെക്കൻഡ് നെയിം ഒന്ന് എടുക്കാം. കാരിക്കോയും വീസ്മാനും നമുക്ക് എന്ത് ചെയ്യാം, കേറിക്കോ ഉസ്മാനെ എന്ന് അത് ഓർത്തു വയ്ക്കാം. കേറിക്കോ ഉസ്മാനെ. അപ്പൊ കേറിക്കോ ഉസ്മാനെ എന്ന് പറയുമ്പോൾ നമുക്ക് കിളിച്ചുണ്ടൻ മാമ്പഴം സിനിമയിൽ മോഹൻലാൽ സലീം കുമാറിനെ വിളിക്കുന്നതാണ് അല്ലേ, സൈക്കിളിൽ ഓടിക്കയറാനായിട്ട് ആൾക്കാർ ഓടിക്കാനായിട്ട് വരുമ്പോൾ സൈക്കിളിൽ വന്ന് കയറാനായിട്ട് ഉസ്മാനെ കേറിക്കോ എന്ന് പറയും. അപ്പൊ കേറിക്കോ ഉസ്മാനെ മെഡിക്കൽ ഷോപ്പിൽ പോയി വാക്സിൻ വാങ്ങാം. അപ്പൊ മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ സയൻസിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്. എന്ത് വിഷയത്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്? വാക്സിൻ കണ്ടുപിടിച്ചതിനാണ് കേട്ടോ. കൃത്യമായി പറഞ്ഞാൽ mRNA വാക്സിൻ കണ്ടുപിടിച്ചതിനാണ് കാറ്റലിൻ കാരിക്കോയ്ക്കും ഡ്രൂ വിസ്മാനും നോബൽ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ കേറിക്കോ ഉസ്മാനെ മെഡിക്കൽ ഷോപ്പിൽ പോയി വാക്സിൻ വാങ്ങാം. COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കീവേഡ് ഓർത്ത് വെക്കുക. ചോദ്യത്തിൽ ഇങ്ങനെ വരത്തുള്ളൂ, mRNA വാക്സിൻ എന്ന് തന്നെയായിരിക്കും വരുന്നത് കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ട്, mRNA വാക്സിൻ എന്ന് തന്നെയാണ് വന്നത്. ഓക്കെ, അടുത്ത 3 വിഭാഗം കൂടിയുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ ജേതാക്കൾ. 2023 ഫിസിക്സിൽ നോബൽ പുരസ്കാരം ലഭിച്ചത് 3 പേർക്കാണ്. പിയറി അഗോസ്റ്റിനി, ആൻ ലൂലിയർ, ഫെറൻ ക്രൗസ്. ഈ 3 പേർക്കാണ് 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 3 പേരുണ്ട്, പിയറി അഗോസ്റ്റിനി, ആൻ ലൂലിയർ, ഫെറൻ ക്രൗസ്. 3 പേരാണ്. അപ്പോൾ ഇവരുടെ ആദ്യത്തെ നെയിം വെച്ച് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക, പിയറി ആൻഡ് ഫെറൻ എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. പിയറി ആൻഡ് ഫെറൻ, പിയറിയും ഫെറനും. ഈ ആൻ എന്ന് പറയുന്ന ആൻഡ് നിങ്ങൾ കണക്കാക്കുക. പിയറിയും ഫെറനുമാണ് ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ചത്. പിയറി ആൻഡ് ഫെറൻ. ഓക്കെ, അപ്പോൾ പിയറി അഗോസ്റ്റിനി USA കാരനാണ്, ആൻ ലൂലിയർ സ്വീഡനാണ്, ഫെറൻ ക്രൗസ് ജർമ്മനിയാണ്. ഓക്കെ, അപ്പോൾ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഷയം നമുക്കൊരു കീവേഡ് നോക്കാം. ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠനവുമായി ബന്ധപ്പെട്ട് പ്രകാശത്തിന്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയതിനാണ് പുരസ്കാരം കേട്ടോ. അപ്പോൾ ഇലക്ട്രോൺ ഡൈനാമിക്സ് എന്ന് പറയുന്ന കീവേഡും പ്രകാശത്തിന്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ, പ്രധാനമായിട്ട് ഒപ്റ്റിക്സ് കേട്ടോ, പ്രകാശവുമായി ബന്ധപ്പെട്ടാണ് കിട്ടിയത്. പ്രകാശം, ഇലക്ട്രോൺ ഡൈനാമിക്സ്, ഈ 2 കീവേഡ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പ്രകാശം, ഇലക്ട്രോൺ ഡൈനാമിക്സ്. ഓക്കെ,
അടുത്തത് 2023 സാഹിത്യത്തിനുള്ള നോബൽ ജേതാവ് ജോൺ ഫോസെ. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പലതവണ റിപ്പീറ്റ് ചെയ്തൊരു വാക്കാണ് ജോൺ ഫോസെ എന്ന് പറയുന്നത്. 2023 സാഹിത്യത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് ജോൺ ഫോസയ്ക്കാണ് കേട്ടോ, ജോൺ ഫോസയ്ക്കാണ്. നോർവേ രാജ്യക്കാരനാണ്. ഇത് ചോദ്യമായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2023 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? നോർവേ ആണ് കേട്ടോ. അടുത്തത് 2023 സമാധാനത്തിനുള്ള നോബൽ ജേതാവ്. സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് നർഗിസ് മുഹമ്മദിക്കാണ്. ഇറാൻ മാധ്യമപ്രവർത്തകയായ നർഗിസ് മുഹമ്മദിക്കാണ് 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് കേട്ടോ, നർഗിസ് മുഹമ്മദി. 2023 UN പ്രസ് ഫ്രീഡം അവാർഡും ലഭിച്ചിട്ടുണ്ട്. UN പ്രസ് ഫ്രീഡം പ്രൈസും ലഭിച്ചിട്ടുണ്ട് 2023 നർഗിസ് മുഹമ്മദിക്ക് കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഒറ്റ പേരാണ്, അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് നർഗിസ് മുഹമ്മദിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോബൽ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. കാരണം ഇത് നമുക്ക് മിക്കവാറും പ്രതീക്ഷിക്കാം. കാരണം പല പരീക്ഷകളിൽ നേരത്തെ ചോദിച്ചതാണ്. ഇപ്പോൾ LDC തിരുവനന്തപുരത്തും അത് ചോദിച്ചു. ഓക്കെ, അടുത്തത് പദവികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര്? നിലവിലെ ഇന്ത്യയുടെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം മാൻസുഖ് മാണ്ഡവ്യാണ് കേട്ടോ. മാൻസുഖ് മാണ്ഡവ്യാണ് ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി കേട്ടോ. മാൻസുഖ് മാണ്ഡവ്യാണ്. ഒന്നാമത്തെയാണ് ശരി, അതായത് ഓപ്ഷൻ സി 1 ശരി. ഓക്കെ, മാൻസുഖ് മാണ്ഡവ്യാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിമാരെ നോക്കാം, കേന്ദ്രമന്ത്രിമാരെ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. രാജ്നാഥ് സിംഗ് പ്രതിരോധമാണ് അല്ലേ, നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. അമിത്ഷാ കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തരം സഹകരണം, ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. നിതിൻ ജയറാം ഗഡ്കരി, നമുക്ക് സുപരിചിതമായ ഒരു പേരാണ് നിതിൻ ഗഡ്കരി അല്ലേ. നിതിൻ ഗഡ്കരി കൈകാര്യം ചെയ്യുന്ന റോഡ് ഗതാഗത ഹൈവേ മന്ത്രിയാണ്. റോഡ് ഗതാഗത ഹൈവേ മന്ത്രിയാണ് നിതിൻ ജയറാം ഗഡ്കരി. ജഗത് പ്രകാശ് നദ്ദ അല്ലെങ്കിൽ JP നദ്ദ BJPയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയാണ് JP നദ്ദ. അദ്ദേഹം ആരോഗ്യ കുടുംബക്ഷേമം രാസവളം. അപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യം ഈയിടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരം JP നദ്ദയാണ് കേട്ടോ, JP നദ്ദയാണ്, ജഗത് പ്രകാശ് നദ്ദ. അടുത്തത് ഡോക്ടർ വീരേന്ദ്രകുമാർ കൈകാര്യം ചെയ്യുന്നത് സാമൂഹിക നീതി ശാക്തീകരണമാണ് ഡോക്ടർ വീരേന്ദ്ര കുമാർ. അടുത്ത ഭൂപേന്ദർ യാദവ് കൈകാര്യം ചെയ്യുന്നത് വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനം. അടുത്തത് അന്നപൂർണ ദേവി കൈകാര്യം ചെയ്യുന്നത് വനിതാ ശിശുക്ഷേമമാണ് അന്നപൂർണ ദേവി കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് ജി കിഷൻ റെഡ്ഡി കൈകാര്യം ചെയ്യുന്നത് ഖനി കൽക്കരിയാണ് ജി കിഷൻ റെഡ്ഡി. പീയൂഷ് ഗോയൽ കൈകാര്യം ചെയ്യുന്നത് വാണിജ്യ വ്യവസായ മന്ത്രിയാണ് പീയൂഷ് ഗോയൽ. അശ്വിനി വൈഷ്ണവ് റെയിൽവേ ആണ് കേട്ടോ. അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം മറ്റ് പ്രധാനപ്പെട്ട പദവികളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റെയിൽവേ ഒന്ന് നോക്കി വെച്ചേക്കുക. അശ്വിനി വൈഷ്ണവ് ആണ്, റെയിൽവേ ആണ് കേട്ടോ. അപ്പോൾ റെയിൽവേ ട്രെയിൻ വൈകി എന്ന് ഓർത്ത് വെച്ചാൽ മതി. ട്രെയിൻ വൈകി. അശ്വിനി വൈഷ്ണവ് ആണ് റെയിൽവേ മന്ത്രി. ഇതിന് പുറമെ പ്രധാനപ്പെട്ട രണ്ട് പദവികളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ, വകുപ്പുകൾ നോക്കിയാൽ വിദേശകാര്യം S ജയശങ്കർ ആണ്. ഫിനാൻസ് മിനിസ്റ്റർ ധനകാര്യം കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമനാണ്. അപ്പോൾ നമുക്ക് പൊതുവെ അറിയാവുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള പേരുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അതും കൂടെ നിങ്ങൾ നോക്കി വെച്ചേക്കുക. അടുത്തത് 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി ആയിരുന്ന അബ്ദുൽ ഫത്ത അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ്? നമ്മൾ പഠിച്ച ഒരു ചോദ്യമാണ് അല്ലേ. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു ചോദ്യമായിരുന്നു ഇത്. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായിട്ട് വന്നത് ഈജിപ്തിന്റെ പ്രസിഡന്റായ അബ്ദുൽ ഫത്ത അൽ സിസി ആയിരുന്നു കേട്ടോ. അപ്പൊ അദ്ദേഹം ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് ചോദ്യം വന്നത്. ഈജിപ്തിന്റെ പ്രസിഡന്റ്. ഒന്നാമത്താണ് ശരി, അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത്. അപ്പോൾ ഒന്നാമത്തെ ശരി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഈജിപ്തിന്റെ പ്രസിഡന്റായ അബ്ദുൽ ഫത്ത അൽ സിസി ആണ് 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായിട്ട് വന്നത്, ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത്.
അങ്ങനെയാണെങ്കിൽ 2024 ഈ വർഷം ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന ആരാണ്? ഈ വർഷം ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഇമാനുവൽ മാക്രോൺ ആണ് കേട്ടോ. ഇമാനുവൽ മാക്രോൺ ആണ് 2024 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിട്ട് വന്നത്. ഈ വർഷം മുഖ്യ അതിഥിയായിട്ട് വന്നത്. അടുത്തത്, ഡൽഹിയിൽ നടന്ന 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആദിവാസി ബാലൻ പ്രണവ് എന്നാണ് ആ ബാലന്റെ പേര് കേട്ടോ. 14 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രണവാണ് കേരളത്തിന്റെ സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ, അതായത് ഈ വർഷം നടന്ന 2024 നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഡൽഹിയിൽ പോയത് കേരളത്തിന്റെ പ്രതിനിധിയായിട്ട്. പ്രണവ് എന്നാണ് ആ ബാലന്റെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ പേര് കേട്ടോ. അടുത്തത്, റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിത. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിത ശ്വേത കെ സുഗതനാണ് കേട്ടോ. മലയാളിയാണ്, ശ്വേത കെ സുഗതനാണ്. 2023 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ചത് ശ്വേത കെ സുഗതനാണ് കേട്ടോ. ശ്വേത കെ സുഗതൻ. അടുത്തത്, 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിന്റെ വിഷയം. 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിന്റെ വിഷയം സ്ത്രീ ശാക്തീകരണമായിരുന്നു കേട്ടോ. കേരളത്തിന്റെ ഫ്ലോട്ടിന്റെ വിഷയം സ്ത്രീ ശാക്തീകരണമായിരുന്നു. കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ പറയുന്നത്, ഈ വർഷമല്ല, 2023 കഴിഞ്ഞ വർഷം. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിന്റെ ഫ്ലോട്ടുകൾ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കേരളത്തിന്റെ ഫ്ലോട്ടുകളൊന്നും ഇല്ലായിരുന്നു. കേരളം പ്രൊപ്പോസ് ചെയ്ത തീമുകളൊക്കെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം റിജക്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വർഷം കേരളത്തിന്റെ ഫ്ലോട്ടുകൾ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ ഫ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയത്, കഴിഞ്ഞ വർഷത്തെ റിപ്പബ്ലിക് ഡേയിൽ ഫ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയത് ഉത്തരാഖണ്ഡാണ് കേട്ടോ. ഉത്തരാഖണ്ഡാണ്. 2ാമത് മഹാരാഷ്ട്ര. കഴിഞ്ഞ വർഷം 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ ഫ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയത് ഉത്തരാഖണ്ഡ്, 2ാം സ്ഥാനം മഹാരാഷ്ട്ര. 2024 ഈ വർഷം 1ാം സ്ഥാനം നേടിയത് ഒഡീഷ, 2ാമത് ഗുജറാത്ത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റുകളും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം, ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത്, നമ്മുടെ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകൾ 1ഉം 3ഉമാണ് ശരി. ദ്രൗപദി മുർമു 15ാമത്തെ പ്രസിഡന്റാണ്, ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റാണ്. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ. 2015 മുതൽ 2021 മുതൽ 21 വരെ ജാർഖണ്ഡിന്റെ ഗവർണറായിരുന്നു. ഓക്കെ, അപ്പോൾ 1ഉം 3ഉമാണ് ശരി. ഇവിടെ നമുക്ക് എലിമിനേഷൻ വെച്ച് തന്നെ 2 ഓപ്ഷൻ സുഖമായിട്ട് കളയാനായിട്ട് പറ്റും. കാരണം 14ാമത്തെ പ്രസിഡന്റ് തെറ്റാണ്. 2015 മുതൽ 2021 വരെ ഒഡീഷയുടെ ഗവർണർ ആയിരുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്, അതും തെറ്റാണ് അല്ലേ. നമുക്കറിയാം ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു. 15ാമത്തെ പ്രസിഡന്റാണ്, ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ ബി 1ഉം 3ഉം ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദ്രൗപദി മുർമുവിനെ പറ്റിയുള്ള അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. ജാർഖണ്ഡിലെ ആദ്യ വനിതാ ഗവർണർ ആയിരുന്നു. ഒഡീഷയിൽ നിന്ന് രാഷ്ട്രപതിയായ ആദ്യ വനിതയാണ് കേട്ടോ. ഒഡീഷക്കാരിയാണ്. ഒഡീഷയിൽ നിന്ന് രാഷ്ട്രപതിയായ ആദ്യ വനിത. ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന ആദ്യ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തി കൂടിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് ദ്രൗപദി മുർമു. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അപ്പൊ എന്താണ് ആ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി, അതായത് ഇന്ത്യയിൽ മുമ്പുണ്ടായിരുന്ന രാഷ്ട്രപതിമാരെല്ലാം തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ജനിച്ചവരാണ്. ദ്രൗപദി മുർമുവാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനിച്ചത്. അപ്പോൾ 1958 ദ്രൗപദി മുർമു ജനിച്ചത്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അടുത്തത്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നത് യശ്വന്ത് സിൻഹയാണ് കേട്ടോ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നത് യശ്വന്ത് സിൻഹയായിരുന്നു.
ദ്രൗപദി മുർമുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ജസ്റ്റിസ് NV രമണ. ജസ്റ്റിസ് NV രമണയായിരുന്നു ദ്രൗപദി മുർമുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഓക്കെ, അപ്പൊ അത്രയും ഫാക്റ്റുകളും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. അടുത്തത് പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക് ആയിരുന്നു പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പോൾ പദ്ധതി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ചാനലിൽ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നൊരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളത് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? മിഠായി എന്നാണ് കേട്ടോ. മിഠായി എന്നാണ് അതിൻ്റെ പേര്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയുടെ പേരാണ് മിഠായി. അപ്പോൾ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു പദ്ധതിയോട് നമുക്ക് നോക്കാം. BPL കുടുംബങ്ങളിലെ പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്കാണ് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. BPL കുടുംബങ്ങളിൽപ്പെട്ട വയോജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, വയോമധുരം. ഓക്കെ, അടുത്ത പദ്ധതി സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സ്നേഹസാന്ത്വനം എന്ന പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് എന്ന ചോദ്യം ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ബാധിതർക്കാണ് സ്നേഹസാന്ത്വനം പദ്ധതി നൽകി വരുന്നത്. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം കേട്ടോ. ഒന്നാമത്താണ് ശരി. അപ്പോൾ 1 ശരി കേട്ടോ. എൻഡോസൾഫാൻ ബാധിതർക്കാണ് സ്നേഹസാന്ത്വനം എന്ന പദ്ധതി നൽകുന്നത്. ഓക്കെ, അടുത്തത് വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ വാത്സല്യ നിധിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ്. 1ഉം 3ഉമാണ് വാത്സല്യ നിധിയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. നമുക്ക് നോക്കാം. പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി കേട്ടോ. അതാണ് വാത്സല്യ നിധി. അടുത്തത് പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും LICയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേട്ടോ. വാത്സല്യ നിധി പദ്ധതി പട്ടികജാതി വകുപ്പും LICയും കൂടെ ചേർന്ന് നടത്തുന്ന പദ്ധതിയാണ് വാത്സല്യ നിധി എന്ന് പറയുന്നത്. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ D അല്ലേ, 1ഉം 3ഉം ശരി. അടുത്ത പദ്ധതിയിലേക്ക് പോകാം. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. നമുക്ക് നോക്കാം. കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതാണ് വിദ്യാജ്യോതി പദ്ധതി. കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേനയാണ് വിദ്യാജ്യോതി പദ്ധതി നടപ്പിലാക്കിയത് കേട്ടോ. അടുത്ത ശരിയായിട്ടുള്ള പ്രസ്താവന ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് കേട്ടോ. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് വിദ്യാജ്യോതി എന്ന് പറയുന്നത്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ B 1ഉം 2ഉം ശരി. ഓക്കെ, അടുത്ത നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികൾ നമുക്കൊന്ന് നോക്കാം. കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾക്കായി ശബ്ദ പുസ്തക ലൈബ്രറി പദ്ധതി ശ്രുതിപാഠം കേട്ടോ. കാഴ്ചയ്ക്ക് പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് ശബ്ദ പുസ്തക ലൈബ്രറി അല്ലെ. കാഴ്ചയ്ക്ക് പരിമിതിയോടെ വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് ഓഡിയോ ലൈബ്രറി അല്ലെ, പുസ്തകങ്ങളൊക്കെ കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ ശബ്ദ പുസ്തക ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം കേട്ടോ. ശ്രുതിപാഠം. ഭർത്താവ് മരിച്ച അശരണനായ സ്ത്രീകളെ പരിപാലിക്കുന്നതിന് ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ സഹായം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് അഭയകിരണം കേട്ടോ. ഭർത്താവ് മരിച്ച അശരണരായ സ്ത്രീകളെ പരിപാലിക്കുന്നതിന് ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ സഹായം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് അഭയകിരണം. അടുത്തത് പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധത്തിന് ആവശ്യമായ പരിശീലനം നൽകുന്നതിനായി വനിതാ ശിശുക്ഷേമ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്
ധീര 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 എന്ന പദ്ധതിയാണത്. ധീര പദ്ധതി പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധത്തിന് ആവശ്യമായ പരിശീലനം നൽകുന്നതിനായി വനിതാ ശിശുക്ഷേമ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ധീര പദ്ധതി കേട്ടോ. അടുത്തത്, മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസകിരണം കേട്ടോ. ആശ്വാസകിരണമാണ്. അതായത് മുഴുവൻ സമയവും പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. ആശ്വാസകിരണം. അടുത്തത്, കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതി ബ്ലോസം. ബ്ലോസം എന്നാണ് കേട്ടോ. അതായത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ അവരുടെ മാനസികവും സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്തുന്നതിനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ബ്ലോസം എന്ന് പറയുന്നത്. ബ്ലോസം എന്നാണ് ആ പദ്ധതിയുടെ പേര്. മാജിക് അക്കാദമിയും നബാർഡും കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേട്ടോ. മാജിക് അക്കാദമിയും നബാർഡും കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയും, ഈ 3 വിഭാഗങ്ങളും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് കേട്ടോ. ബ്ലോസം എന്നാണ് ആ പദ്ധതിയുടെ പേര്, ബ്ലോസം. അടുത്ത ചോദ്യം, മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആര്? മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് കേരള വന ഗവേഷണ കേന്ദ്രമാണ് കേട്ടോ. കേരള വന ഗവേഷണ കേന്ദ്രം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024. ഈ പദ്ധതി 4 മാസത്തോളമായിട്ടാണ് നടക്കുന്നത്. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെ, അങ്ങനെ 4 മാസം നീണ്ടിരിക്കുന്ന പദ്ധതിയാണ്. മൺസൂൺ സീസണിൽ കേരളത്തിലെ വിവിധയിനം തവളകളുടെ സ്പീഷീസിനെ പട്ടികയിൽ രേഖപ്പെടുത്താനായിട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി. ഇത് നടപ്പിലാക്കുന്നത് കേരള വന ഗവേഷണ കേന്ദ്രമാണ്. അങ്ങനെയാണ് നമുക്ക് മറ്റൊരു പദ്ധതി നോക്കാം. മിഷൻ റെയിൻബോ 2024. മിഷൻ റെയിൻബോ 2024 എന്ന പേരിൽ 7 മേഖലകളുടെ വളർച്ച ലക്ഷ്യമാക്കിയുള്ള 100 ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുന്ന ബാങ്കാണ് കേരള ബാങ്ക്. അതായത് കേരള ബാങ്കിനെ കേരളത്തിലെ 1ാം നമ്പർ ബാങ്ക് ആക്കുന്നതിന് കൊണ്ടുവന്ന പദ്ധതിയാണ് മിഷൻ റെയിൻബോ 2024 എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കിങ് മേഖലയിലെ 7 പ്രധാന മേഖലകളെ, ഡിജിറ്റൽ ബാങ്കിങ് ഉൾപ്പെടെ 7 പ്രധാന മേഖലകളെ പരിഷ്കരിച്ച് കേരള ബാങ്കിനെ 1ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് നടത്തുന്ന 100 ദിന കർമ്മ പരിപാടി നടത്തുന്ന പദ്ധതിയാണ് മിഷൻ റെയിൻബോ 2024. കേരള ബാങ്കാണ് അത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നത്. അടുത്തത്, 2023 ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിൻ മാതൃകം. 2023 ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിന്റെ പേരാണ് മാതൃകം. ഇമ്പോർട്ടൻ്റ് ആണ്. 2023 ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിൻ മാതൃകം. ഓക്കെ. അടുത്തത്, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിലവിലെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്ന ചോദ്യമാണ് വന്നിരിക്കുന്നത്. നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ചോദ്യം ഉണ്ടാക്കിയ സമയത്ത്, ഈ ചോദ്യം പ്രിപ്പയർ ചെയ്ത സമയത്ത് ആശിഷ് ജിതേന്ദ്ര ദേശായി ആയിരുന്നു, AJ ദേശായി ആയിരുന്നു കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ ആൻസർ കീയിൽ ആശിഷ് ജിതേന്ദ്ര ദേശായി അല്ലെങ്കിൽ AJ ദേശായി എന്നാണ് കിടക്കുന്നത്. പക്ഷേ ജൂലൈ ആദ്യവാരം, ഈ മാസം ആദ്യവാരം അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. പകരം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് മുഹമ്മദ് മുസ്താഖ് നിയമിക്കപ്പെട്ടു കേട്ടോ. മുഹമ്മദ് മുസ്താഖ്. അപ്പോൾ നിലവിലെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ആണ് കേട്ടോ. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ്, താൽക്കാലികമായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരും ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ആണ് കേട്ടോ. പിന്നെ മറ്റൊരു ഫാക്ട് കൂടെ ഇതിന്റെ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്, സുപ്രീം കോടതി കൊളീജിയം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിതിൻ ജംദാറിനെ ശുപാർശ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റിസ് നിതിൻ ജംദാറിനെ ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്തത്, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ M. ഷാജറാണ് കേട്ടോ. M. ഷാജറാണ്. രണ്ടാമത്താണ് ശരി. അപ്പോൾ ഓപ്ഷൻ A, ശ്രീ M. ഷാജറാണ്. M. ഷാജറാണ് കേരളത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ. M. ഷാജറാണ്. അപ്പോൾ നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികൾ, ഓർത്തിരിക്കേണ്ട പദവികൾ നമുക്കൊന്ന് നോക്കാം. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ ഓഫീസർ. കേരളത്തിന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ ആണ് കേട്ടോ.
എ ഷാജഹാൻ IAS ആണ് കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ IAS ആണ്. ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ ആണ്. മാറിപ്പോകരുത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ IAS ആണ്. കമ്മീഷണർ ആണ് എ ഷാജഹാൻ IAS. ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ ആണ് കേട്ടോ, സഞ്ജയ് കൗൾ ആണ്. അടുത്തത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് യു ഷറഫ് അലി. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ആണ്. അടുത്തത് മലയാളം മിഷന്റെ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടയാണ് കേട്ടോ. മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടയാണ്. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്താണ് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ. അടുത്തത് കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ കേട്ടോ. അടുത്ത ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ അധ്യക്ഷൻ കെ സച്ചിദാനന്ദനാണ് കേട്ടോ. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദനാണ്. കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ സംസ്ഥാന തലത്തിലെ പ്രധാനപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പദവികളാണ് ഇവിടെ, തസ്തികകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ദേശീയ തലത്തിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പദവികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ആയിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. പക്ഷേ അദ്ദേഹം ഈ ഇടയ്ക്ക് ആ സ്ഥാനം ഒഴിഞ്ഞു. നിലവിൽ വിജയഭാരതി സായിനിയാണ് ആക്ടിംഗ് ചെയർമാനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാനായിട്ട് നിലവിൽ പ്രവർത്തിക്കുന്നത് വിജയഭാരതി സായിനിയാണ് കേട്ടോ. വിജയഭാരതി സായിനിയാണ്. ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയായിരുന്നു. അടുത്തത് ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ രേഖാ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ. അങ്ങനെയാണ് നമുക്ക് ദേശീയ തലത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പദവികൾ നോക്കാം. മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ് കേട്ടോ. ഹീരാലാൽ സമരിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേട്ടോ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പോൾ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ആണ്. കേരളത്തിന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ IAS അല്ലെ, നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതാണ്. എ ഷാജഹാൻ IAS ആണ് കേരളത്തിന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ആണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. മൈനോറിറ്റീസ് കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. അടുത്ത കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ഗിരീഷ് ചന്ദ്ര മുർമു ആണ് കേട്ടോ. കൺട്രോളർ അല്ല, കംട്രോളർ ആണ് കേട്ടോ. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു. അടുത്ത ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം ആഹിർ ആണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ. അടുത്തത് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് ആണ് കേട്ടോ. അടുത്തത് ശാസ്ത്ര മേഖലയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? നാഷണൽ സ്പേസ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ച തീയതി ഓഗസ്റ്റ് 23 കേട്ടോ. ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ നാഷണൽ സ്പേസ് ഡേ, ദേശീയ ബഹിരാകാശ ദിനം. അപ്പോൾ ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ഇത് ഇടാൻ കാരണം
ചന്ദ്രയാൻ 3യുടെ പേടകം വിജയകരമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്തത് ഓഗസ്റ്റ് 23-നാണ് അല്ലേ? ഓഗസ്റ്റ് 23, 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രയാൻ 3 വിജയകരമായിട്ട് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്തത്. അപ്പോൾ ആ ദിവസം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ദേശീയ ബഹിരാകാശ ദിനമായി ഇനി അങ്ങോട്ട് നമ്മൾ ആചരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ നാഷണൽ സ്പേസ് ഡേ ഓഗസ്റ്റ് 23-ആണ് കേട്ടോ, ഓഗസ്റ്റ് 23. അടുത്തത്, സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് ആദിത്യ L1. ആദിത്യ L1 ആണ് കേട്ടോ. ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 ലോഞ്ച് ചെയ്തത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. കാരണം ആദിത്യ L1 സ്ഥിരമായിട്ട് ഇപ്പോൾ ചോദ്യങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ആദിത്യ L1 ലോഞ്ച് ചെയ്തത് സെപ്റ്റംബർ 2-നാണ് 2023. അപ്പോൾ അത് സൂര്യനെയും സൂര്യൻ്റെ ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാനായിട്ട് ISRO ലോഞ്ച് ചെയ്ത മിഷനാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എക്സ്പോസാറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇത് പ്രീവിയസ് ചോദ്യമാണ്, ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി എടുത്തിട്ടിരിക്കുന്നത്. കോസ്മിക് എക്സ്റേകളുടെ ധ്രുവീകരണം പഠിക്കുന്നതിനായി ലക്ഷ്യമിട്ടുള്ള ISROയുടെ പുതിയ ദൗത്യം എക്സ്പോസാറ്റ് ആണ് കേട്ടോ. എക്സ്പോസാറ്റ്, എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞൊരു ചോദ്യമാണ്. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്ന ഒരു സാറ്റലൈറ്റ് ISRO വിക്ഷേപിച്ചു. 2024 ജനുവരി 1-നാണ് വിക്ഷേപിച്ചത് കേട്ടോ. 2024 ജനുവരി 1-നാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം PSLV C58. വിക്ഷേപണ വാഹനം PSLV C58. അത് നോക്കി വെച്ചേക്കേട്ടോ. ലോഞ്ച് വെഹിക്കിൾ, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ C58. കാരണം ഖാദി ബോർഡ് LDC പരീക്ഷയിൽ വിക്ഷേപണ വാഹനവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ എക്സ്പോസാറ്റ് എന്നാണ് ആ സാറ്റലൈറ്റിൻ്റെ പേര്. എന്തിനാണ്? കോസ്മിക് എക്സ്റേകളുടെ ധ്രുവീകരണം പഠിക്കുന്നതിനായിട്ട് ISRO വിക്ഷേപിച്ച സാറ്റലൈറ്റ് ആണ് എക്സ്പോസാറ്റ്. തീയതി ജനുവരി 1. വിക്ഷേപണ വാഹനം PSLV C58. അടുത്തത്, ശുക്രന്റെ രഹസ്യങ്ങൾ തേടിയുള്ള ISROയുടെ പദ്ധതി ശുക്രയാൻ 1. ഓർത്തിരിക്കാൻ എളുപ്പമാണ് അല്ലേ? ശുക്രനെ പറ്റി പഠിക്കാനായിട്ട് ISROയുടെ പദ്ധതിയാണ് ശുക്രയാൻ 1. ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റ് വിക്രം S. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റാണ് വിക്രം S. നിർമ്മാതാക്കൾ സ്കൈറൂട്ട് എയറോസ്പേസ് ഹൈദരാബാദിലെ സ്കൈറൂട്ട് എയറോസ്പേസ് ആണ് ആ റോക്കറ്റ് നിർമ്മിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റാണ്, പ്രൈവറ്റ് റോക്കറ്റാണ് കേട്ടോ. ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യ പ്രൈവറ്റ് റോക്കറ്റാണ് വിക്രം S. അടുത്തത് നാസയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. 2024 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡിംഗ് നടത്തുന്നതിനായുള്ള നാസയുടെ ദൗത്യം വൈപ്പർ ആണ് കേട്ടോ. വൈപ്പർ ആണ്, VIPER. വോളറ്റൈൽസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് പോളാർ എക്സ്പ്ലോറേഷൻ റോവർ എന്നാണ് വൈപ്പറിന്റെ ഫുൾ ഫോം. അപ്പോൾ അത് നാസയുടെ ദൗത്യമാണ് കേട്ടോ. ISRO എല്ലാം മാറിപ്പോരുത്. നാസയുടെ ദൗത്യം ചോദിച്ചു കഴിഞ്ഞാൽ വൈപ്പറാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യാനായിട്ടുള്ള നാസയുടെ ദൗത്യമാണ്. 2024 ദൗത്യമാണ്. അതിന്റെ പേരാണ് വൈപ്പർ. അടുത്തത്, ഇന്ത്യയിൽ സീറോ കാർബണായ നഗരം ഏത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ സീറോ കാർബണായ നഗരം സാഞ്ചിയാണ്. മധ്യപ്രദേശിലെ സാഞ്ചിയാണ് ഇന്ത്യയിൽ സീറോ കാർബണായ നഗരം. അപ്പോൾ നമുക്ക് സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു 3 ഫാക്റ്റും കൂടെ നോക്കാം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 80 വയസ്സ് കഴിഞ്ഞവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനായി വോട്ട് ഫ്രം ഹോം നടപ്പാക്കാൻ ഒരുങ്ങുന്ന ആദ്യ സംസ്ഥാനം കർണാടകയിലാണ് കേട്ടോ. കർണാടകയിലാണ് ആദ്യമായിട്ട് ആ പദ്ധതി നടപ്പാക്കുന്നത്. വോട്ട് ഫ്രം ഹോം, 80 വയസ്സിൽ കൂടുതലുള്ളവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന പോലെ തന്നെ വോട്ട് ഫ്രം ഹോം പദ്ധതി ആദ്യമായിട്ട് നടപ്പാക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. അടുത്തത്, രാജ്യത്തെ ആദ്യ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് ചെന്നൈയിലാണ്. രാജ്യത്തെ ആദ്യ ഡ്രോൺ പോലീസ് യൂണിറ്റ്, ഡ്രോൺ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് ചെന്നൈയിലാണ്. രാജ്യത്തെ ആദ്യ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആണ് ആരംഭിച്ചത് ചെന്നൈയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് തെലങ്കാനയിലാണ് ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത്. ഓക്കെ, അടുത്തത് സ്പോർട്സിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ LDC തിരുവനന്തപുരം ചോദ്യ പേപ്പറിൽ കായിക രംഗത്ത് നിന്ന് ഒരു ചോദ്യം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. കാരണം ഈ ഇടയ്ക്കിരുന്ന പരീക്ഷകളിലെല്ലാം തന്നെ ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടും ഗ്രാൻഡ് സ്ലാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഖാദി ബോർഡ് LDC പരീക്ഷയിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2024 T20 വേൾഡ് കപ്പ് നടന്നത് ഏത് രാജ്യങ്ങളിൽ വെച്ചാണ്? അമേരിക്കയിലും വെസ്റ്റ്
വെസ്റ്റ് ഇൻഡീസിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എന്തായാലും കാണുക. പിന്നെ സ്പോർട്സ് വിട്ടു പോകരുത്. പ്രധാനപ്പെട്ട ഇവന്റുകളെ പറ്റിയൊക്കെ, പ്രധാനമായിട്ട് ഏഷ്യൻ ഗെയിംസ് ആണ് ഞാൻ അതിനകത്ത് എടുത്ത് പറഞ്ഞത്. പിന്നെ ഗ്രാൻഡ് സ്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റ് ദേശീയ അന്താരാഷ്ട്ര ഇനങ്ങളിൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ടും പഠിക്കണം. ഇനിയുള്ള പരീക്ഷകളിൽ വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വന്ന ചോദ്യം നോക്കാം. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദയാണ്. നമുക്ക് സുപരിചിതമായ ഒരു പേരാണ് ആർ പ്രജ്ഞാനന്ദ. അപ്പോൾ പ്രജ്ഞാനന്ദ 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തി കേട്ടോ. ഏത് ചാമ്പ്യൻഷിപ്പിലാണ്? 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കേട്ടോ. പ്രജ്ഞാനന്ദ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തി. 2023 ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ഗുകേഷ് ഡി ആണ്. 2023 ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ഗുകേഷ് ഡി ആണ്. രാജ്യാന്തര ചെസ് സംഘടനയുടെ ഇലോ റേറ്റിംഗിൽ 2700 കടന്ന ആദ്യ മലയാളി നിഹാൽ സരിൻ ആണ് കേട്ടോ. രാജ്യാന്തര ചെസ് സംഘടനയുടെ ഇലോ റേറ്റിംഗ് എന്ന് പറയും. ഇലോ റേറ്റിംഗ് ഒരു ചെസ്സിന്റെ ഒരു റേറ്റിംഗ് ആണ്. അതിൽ 2700 കടന്ന ആദ്യ മലയാളിയാണ് നിഹാൽ സരിൻ. 2023 പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ്. 2023 നടന്ന ചെസ് വേൾഡ് കപ്പ് നമുക്ക് അല്ലെ ഒരുപാട് വാർത്തയൊക്കെ വന്നതാണ്. കാരണം ഫൈനലിൽ പ്രജ്ഞാനന്ദ ഉണ്ടായിരുന്നു. മാഗ്നസ് കാൾസനോട് പരാജയപ്പെട്ടു അല്ലെ ഫൈനലിൽ. അപ്പോൾ ജേതാവായത് മാഗ്നസ് കാൾസനാണ്. റണ്ണറപ്പ് 2ാം സ്ഥാനം പ്രജ്ഞാനന്ദ. ഫൈനലിൽ മാഗ്നസ് കാൾസനും നമ്മുടെ ആർ പ്രജ്ഞാനന്ദയാണ് മത്സരിച്ചത്. മാഗ്നസ് കാൾസൺ വിജയിച്ചു. റണ്ണറപ്പ് 2ാം സ്ഥാനം പ്രജ്ഞാനന്ദ. ഓക്കെ, ഇത് 2023 ചെസ് വേൾഡ് കപ്പിന്റെ ഫാക്റ്റ് ആണ് കേട്ടോ. വിജയിച്ചത് മാഗ്നസ് കാൾസൺ, റണ്ണറപ്പ് പ്രജ്ഞാനന്ദ. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏത്? അല്ലെ, മെറ്റ എന്ന കമ്പനി ഫേസ്ബുക്ക് അല്ലെ, ഫേസ്ബുക്ക് എന്ന് ആയിരുന്നു നേരത്തെ കമ്പനിയുടെ പേര്. ഫേസ്ബുക്കിന്റെ പേര് മാറ്റി മെറ്റ എന്നാക്കി അല്ലെ. മെറ്റ എന്നാണ് ഇപ്പോൾ കമ്പനിയുടെ പേര്. അപ്പോൾ മെറ്റയുടെ കീഴിലില്ലാത്ത മീഡിയ പ്ലാറ്റ്ഫോം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ടെലിഗ്രാം ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം തന്നെ ഇപ്പോൾ എന്താണ്? മെറ്റയുടെ പ്ലാറ്റ്ഫോംസ് ആണ്. മെറ്റ അത് അക്വയർ ചെയ്തു. ഇപ്പോൾ മെറ്റയുടെ പ്ലാറ്റ്ഫോമാണ്. ഫേസ്ബുക്കിൻ്റെ തന്നെ പ്ലാറ്റ്ഫോംസ് ആണ്. ടെലിഗ്രാം പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പും മെറ്റയുടെ പ്ലാറ്റ്ഫോമാണ്. ടെലിഗ്രാം സെപ്പറേറ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി മെറ്റ വേറൊരു പ്ലാറ്റ്ഫോം കൂടി ഈ ഇടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. പലർക്കും അറിയാവുന്നതായിരിക്കും, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നവർക്ക്. ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനിയായ മെറ്റ രൂപം നൽകിയ പുതിയ ഓൺലൈൻ സോഷ്യൽ മീഡിയ ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസ് ത്രെഡ് എന്നാണ് അതിൻ്റെ പേര്. പലരും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഈ ട്വിറ്ററൊക്കെ പോലെ, ട്വിറ്ററിൻ്റെ ഒരു ബദൽ എന്നൊക്കെ പറയാം. മെറ്റയുടെ ഒരു പ്ലാറ്റ്ഫോമാണ് ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ത്രെഡ്സ് ആണ്. ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ത്രെഡ്സ് ആണ്. സാമൂഹ്യ മാധ്യമമായ ഫേസ്ബുക്ക് പുറത്തിറക്കിയ ന്യൂസ് ലെറ്റർ പ്ലാറ്റ്ഫോം ബുള്ളറ്റിൻ, അതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഫേസ്ബുക്ക് പുറത്തിറക്കിയ ന്യൂസ് ലെറ്റർ പ്ലാറ്റ്ഫോമാണ് ബുള്ളറ്റിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ഗോതമ്പ്, നെല്ല്, ചോളം, പയർ വർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ് എങ്കിൽ 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോതിനനുസരിച്ച് ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഗോതമ്പ്, നെല്ല്, ചോളം, പയർ വർഗ്ഗങ്ങൾ ഇന്ത്യയുടെ പ്രധാന ഭക്ഷ്യവിളകളാണല്ലേ. ഇന്ത്യയുടെ പ്രധാന ഭക്ഷ്യവിളകളാണെങ്കിൽ 2022-23 കണക്കനുസരിച്ച് ഈ താഴെ തന്നിരിക്കുന്നവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ച് ക്രമത്തിൽ എഴുതുക. അതായത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്, അത് കഴിഞ്ഞ് ഏതാണ്. ഓക്കെ, അപ്പോൾ 1ാം സ്ഥാനം നെല്ലിനാണ് കേട്ടോ. നെല്ലിനാണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനം ഗോതമ്പാണ്. 3ാം സ്ഥാനം ചോളം. 4ാം സ്ഥാനം പയറുവർഗ്ഗങ്ങൾ. ഓപ്ഷൻ ബി ആണ്. 1ാം സ്ഥാനം നെല്ലാണ്, 2ാം സ്ഥാനം ഗോതമ്പാണ്, 3ാം സ്ഥാനം ചോളമാണ്, 4ാം സ്ഥാനം പയറുവർഗ്ഗങ്ങളാണ് കേട്ടോ. നെല്ലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിള 2022-2023 കണക്ക് പ്രകാരം. 2ാം സ്ഥാനത്ത് ഗോതമ്പ്, 3ാം സ്ഥാനം ചോളം, 4ാം സ്ഥാനത്ത് പയറുവർഗ്ഗങ്ങൾ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഫാക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് കേട്ടോ. വെസ്റ്റ് ബംഗാളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രധാന പ്രദേശങ്ങൾ കേട്ടോ, സംസ്ഥാനങ്ങളല്ല, ഇന്ത്യയിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രധാന പ്രദേശങ്ങൾ.
ഗംഗ സത്ലജ് പ്രദേശവും ഡെക്കാനിലെ കറുത്ത മൺ പ്രദേശത്തുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് കൃഷി ചെയ്യുന്നത് കേട്ടോ. ഗോതമ്പ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് വെച്ചാൽ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന ഇവിടെയൊക്കെയാണ് പ്രധാനമായിട്ട് ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. ഓക്കെ, ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ചോളമാണ് കേട്ടോ. ചോളത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ചോളം കൃഷി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദകരും ഉപഭോക്താവും ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പയർ വർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും കേട്ടോ. ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ ആ ഫാക്റ്റുകളും കൂടെ നോക്കി വെച്ചേക്കുക. അടുത്തത് സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്ന് വന്ന ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. 2 പ്രസ്താവനയുണ്ട്, ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസ്താവന 1, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. ശരിയാണല്ലേ? റിപ്പോ റേറ്റ് ഒക്കെ നമ്മൾ വിശദമായിട്ട് എക്കണോമിക്സിന്റെ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ക്ലാസ് ഉണ്ട്, റിപ്പോ റേറ്റിന്റെ അതിമനോഹരമായിട്ടുള്ള ക്ലാസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് കാണണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്, അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.5 6.5% നിലനിർത്താൻ തീരുമാനിച്ചു. ശരിയാണ് കേട്ടോ. 2024 റിപ്പോ റേറ്റ് 6.5% തന്നെ നിലനിർത്താനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ റിപ്പോ റേറ്റ് 6.5%, റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35% കേട്ടോ. നിലവിലെ റിപ്പോ റേറ്റ് 6.5%, റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35% കേട്ടോ. അപ്പോൾ ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇക്കഴിഞ്ഞ LDC തിരുവനന്തപുരം ചോദ്യപേപ്പറിൽ വന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച മേഖലകളിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്പോർട്സ് എന്ന് പറയുന്ന മേഖല ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇനി വരുന്ന പരീക്ഷകളിൽ അത് വരാൻ സാധ്യത കൂടുതലുമാണ്. അപ്പോൾ എപ്പോഴും കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ പ്രീവിയസ് ചോദ്യങ്ങൾ നിങ്ങൾ നോക്കണം. ഈ വർഷം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാക്സിമം പോയിന്റുകളും കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് LDC തിരുവനന്തപുരം ക്വസ്റ്റ്യൻ പേപ്പറിലെ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.